ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു 8 ഇഞ്ച് ലെങ്ത്തും 11 ഇഞ്ച് വിടുത്തുമുള്ളൊരു ക്യാൻവാസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2.25 ഇഞ്ച് വിടുത്തും 6 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4.5 ഇഞ്ചൂടെ ലെങ്ത്തൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു 4.5 ഇഞ്ചിലേക്ക് നെക്ക് ഒന്ന് ബോക്സ് ആക്കിയിട്ട് അതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് ഇതേപോലെ ആ റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം 6 ഇഞ്ച് ലെങ്ത്തിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു കോൺ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഒരു 2 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഗ്യാപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിതൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫാബ്രിക്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള വശം ഫാബ്രിക്കിനോട് ചേരത്തക്ക രീതിയിൽ വെച്ചിട്ടാണ് അയൺ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് നമുക്ക് നെക്കിനോട് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ നെക്കിന് നമ്മളൊരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈറ്റിൻ്റെ പീസ് തന്നെയാണ് ഇവിടെ പൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഈ ഒരു നൈറ്റിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും ഒരേപോലെ വരത്തക്ക രീതിയിൽ നെക്ക് ഇതേപോലെ വച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പീസ് നെക്കിൻ്റെ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നെക്കിൻ്റെ തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നെക്ക് നമുക്കിതിൻ്റെ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കണം. അപ്പം നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം പൈപ്പിങ് പുറത്തേക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് മറിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഇവിടെ പൈപ്പിംഗ് പോലെ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ നല്ല വശത്ത് കൂടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം കൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ നെക്കിൻ്റെ അരികുവശം കൂടെ ഒന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നെക്ക് നമുക്ക് നൈറ്റിയുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നൈറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടാണിത്. അപ്പോൾ ഈ ഒരു നൈറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത നെക്ക് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നൈറ്റിൻ്റെ മേലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നെക്കൊക്കെ വൈഡായി പോവാതെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നെക്കിൻ്റെ അരികുവശം നൈറ്റിയിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അരികുവശം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് അതിനോട് ചേർത്തിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഉൾവശത്തേക്ക് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച ഒരു 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ചല്ലോ, ആ ഒരു ലൈനിലൂടെ വേണം നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ നെക്കിൻ്റെ ഉൾവശം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നെക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നൈറ്റിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചീത്ത സൈഡിൽ വെച്ചിട്ട് ചീത്ത ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ നെക്കിൻ്റെ സെൻറ്ററും നൈറ്റിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ ഒരുമിച്ച് ഈ സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇതേപോലെ വെച്ചിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ സെൻറ്ററിൽ ദോരി വെക്കുന്നതിന് വേണ്ടി 10 ഇഞ്ച് ലെങ്ത്തും 1.25 ഇഞ്ച് വിടുത്തുമുള്ള ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ലെങ്ത്തുമുള്ള 2 ഫാബ്രിക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ ഒരു ദോരി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ദോരി നെക്കിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം.